Hello, welcome to Red Short Talks. ഒക്ടോബർ 10, 2025 നിഫ്റ്റി 50 സൂചികയെക്കുറിച്ചുള്ള ഒരു വിശദമായ ട്രേഡ് പ്ലാനാണിത്. ഒറ്റനോട്ടത്തിലെ ചിലപ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം, എന്നാലും ഈ വിശകലനത്തിലെ പ്രധാന ആശയങ്ങൾ, ലെവലുകൾ, സാധ്യതകൾ ഇവയൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കണം. അതാണ് ലക്ഷ്യം. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ, പിന്നെ ചിലപ്പോൾ ചില മുന്നറിയിപ്പുകൾ, അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നിങ്ങൾ തന്നെ ഈ പ്ലാൻ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതിലൊരു ബുള്ളിഷ് പക്ഷപാതം, അതായത് ഒരു ബുള്ളിഷ് ബയസ് ഉണ്ടെന്നതാണ്. ബുള്ളിഷ് ബയസ്. അതെ. എന്നുവെച്ചാൽ ഈ വിശകലനം ചെയ്ത ആൾക്കൊരു പക്ഷേ സൂചിക അന്ന് മുകളിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ. ഇതിനൊരു കാരണവും പറയുന്നുണ്ട്. ഒരു റേഞ്ച് ബ്രേക്കൌട്ട് സെറ്റപ്പ് സാധ്യത. റേഞ്ച് ബ്രേക്കൌട്ട്. അപ്പം കുറച്ചുകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഓടിക്കളിച്ച സൂചിക ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ ഒരുങ്ങുന്നു എന്നാണോ ഈ വിശകലനം പറയുന്നത്? അതെ, ഏകദേശം അതാണ്. അങ്ങനെങ്കിൽ ആ റേഞ്ചുകൾ, ആ ലെവലുകൾ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട പ്രധാന നിലവാരങ്ങൾ എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റിൽ എടുത്തു പറയുന്നത്? കറക്റ്റ്. റേഞ്ച് ബ്രേക്കൌട്ടുകൾ പലപ്പോഴും നല്ല മൂവ്മെന്റ് തരാറുണ്ട്. ഈ വിശകലനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 2 ലെവലുകളിലാണ്. ഒന്ന്, മുകളിലേക്കുള്ള തടസ്സം, നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയില്ലേ. നിങ്ങളുടെ ഈ രേഖയിൽ അത് 25,200 എന്ന പോയിന്റിലാണ് കാണുന്നത്. ഒരുപക്ഷേ അത് അടുത്ത സമയത്തെ ഒരു ഹൈ പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലായിരിക്കാം. ഓക്കെ. സൂചിക അങ്ങോട്ടെത്തുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണത്. ശരി. മറ്റേ ലെവൽ? സൂചിക താഴേക്ക് വന്നാൽ ഈ 25,080 ചിലപ്പോ ബയേഴ്സ് വരാം, അത് കൂടുതൽ വീഴ്ച തടഞ്ഞേക്കാം എന്നും ഈ പ്ലാൻ കരുതുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ഒരു കളിസ്ഥലത്തിന്റെ അതിരുകളാണ് ഈ 25,200-ഉം 25,080-ഉം. അപ്പോ 25,200 മുകളിൽ ഒരു ലക്ഷ്മണരേഖ, 25,080 താഴെയും. ഈ 2 പോയിന്റുകൾക്കിടയിലായിരിക്കും ഒരുപക്ഷെ അന്നത്തെ കളി നടക്കുക. ഇനി ഈ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ട്രേഡിംഗ് സാധ്യതകളിലേക്ക് വന്നാലോ? നേരത്തെ പറഞ്ഞ ആ ബുള്ളിഷ് സാധ്യത അത് ശരിക്കും സംഭവിച്ചാൽ എന്താണ് ഈ പ്ലാൻ പറയുന്നത്? എങ്ങനെ അവസരം മുതലാക്കാം? അതെ, ഈ പ്ലാനിലെ പ്രധാന സ്ട്രാറ്റജി ആ റേഞ്ച് ബ്രേക്കൌട്ടുമായി ബന്ധപ്പെട്ടതാണ്. സൂചിക 25,200 എന്ന റെസിസ്റ്റൻസ് അത് നല്ല ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആവുകയോ ചെയ്താൽ അതൊരു ലോങ് എൻട്രിക്ക്, അതായത് വാങ്ങാനുള്ളൊരു അവസരമായി പരിഗണിക്കാമെന്നാണ് ഈ പ്ലാൻ പറയുന്നത്. ഓക്കെ, വെറുതെ ടച്ച് ചെയ്ത പോരാ, ബ്രേക്ക് ചെയ്യണം. അതെ, ഒരു കൺവിക്ഷനോടെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ 25,200-ന് മുകളിലേക്ക് പോയാൽ ലാഭമെടുക്കാൻ സാധ്യതയുള്ള 2 ടാർഗറ്റുകളും ഈ പ്ലാനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് 25,260, അതും കടന്നാൽ പിന്നെ 25,320. അതായത് 25,200 എന്ന ആ ഒരു തടസ്സം ഭേദിച്ചാൽ ഏകദേശം ഒരു 60 മുതൽ 120 പോയിന്റ് വരെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഈ വിശകലനം കാണുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ടാർഗറ്റുകൾ? അത് ഒരുപക്ഷെ മുൻപത്തെ ഡാറ്റ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫിബൊനാച്ചി പോലുള്ള ടെക്നിക്കൽ ടൂൾസ് വെച്ചിട്ടോ ആയിരിക്കാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായി. അപ്പോ 25,200 ക്രോസ് ചെയ്താൽ പോസിറ്റീവായി കണ്ട് 25,760 അല്ലെങ്കിൽ 320 വരെ പോകാമെന്ന് കരുതുന്നു. പക്ഷെ എല്ലാ ട്രേഡിനും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. ഇത് നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ? നഷ്ടം ലിമിറ്റ് ചെയ്യാൻ എന്താ ഇതിൽ പറയുന്നത്? സ്റ്റോപ്പ് ലോസ്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം, റിസ്ക് മാനേജ്മെന്റ്. ഈ ലോങ് എൻട്രി പ്ലാനിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 25,140 എന്ന ലെവലാണ്. 25,140. ഓക്കെ. അതിന്റെ ഒരു ലോജിക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 25,200-ന് മുകളിൽ ബ്രേക്കൌട്ട് കണ്ടുവാങ്ങി, പക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ തിരിഞ്ഞ് 25,140-ലേക്ക് വീണാൽ ആ ബ്രേക്കൌട്ട് ഒരു ഫോൾസ് ബ്രേക്കൌട്ട് ആയിരിക്കാം. ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. അതെ. അപ്പോൾ കൂടുതൽ നഷ്ടം സഹിക്കേണ്ട, ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ് ഈ 25,140 സ്റ്റോപ്പ് ലോസ്. ഏകദേശം ഒരു 60 പോയിന്റ് റിസ്ക്കാണ് ഈ ലോങ് ട്രേഡിനെ ഈ പ്ലാൻ കണക്കാക്കുന്നത്. വളരെ കൃത്യമായ ഒരു പ്ലാനാണല്ലോ ഇത്. എവിടെ എൻട്രി ചെയ്യണം, എവിടെ ടാർഗറ്റ് വെക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊക്കെ വ്യക്തമായി പറയുന്നു. ഇനി മറ്റേ സാധ്യത, അതായത് ഈ ബുള്ളിഷ് പ്രതീക്ഷ തെറ്റി മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിനും ഒരു പ്ലാൻ ഇതിലുണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ടാകണം. ഒരു നല്ല പ്ലാനിലെ 2ഉം കാണണം. നിങ്ങൾ തന്നെ ഈ ഡോക്യുമെന്റിലും അതുണ്ട്. സൂചിക താഴേക്ക് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ലെവലായ 25,080-ന് തൊട്ടുമുകളിലുള്ള 25,090 എന്ന ലെവൽ,
ശ്രദ്ധിക്കണം, 25,080 അല്ല, 25,090. ആ ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ അതൊരു ഷോർട്ട് എൻട്രിക്ക്, അതായത് വിൽക്കാനുള്ള ഒരു അവസരമായി പരിഗണിക്കാമെന്ന് ഈ പ്ലാൻ പറയുന്നു. ഓക്കെ, 25,090. സപ്പോർട്ട് 25,080 ആണെങ്കിലും എൻട്രി സിഗ്നൽ 25,090 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. അതെ, ഇത് സൂചിപ്പിക്കുന്നത് ആ 25,080 സപ്പോർട്ട് ചിലപ്പോൾ ദുർബലമാവുകയാണ്, അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ അനാലിസിസ് കരുതുന്നത്. അവിടെയാണ് ഒരു ബേറിഷ് വ്യൂ, അതായത് താഴേക്ക് പോകാനുള്ള സാധ്യത ഈ പ്ലാൻ കാണുന്നത്. റൈറ്റ്. അപ്പോ 25,090 താഴെ എത്തിയാൽ മാർക്കറ്റ് വീക്കാവുന്നു എന്ന് കണ്ട് ഷോർട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലാഭമെടുക്കേണ്ട ടാർഗറ്റുകൾ ഏതൊക്കെയാണ് ഈ പ്ലാനിൽ? അതുപോലെ ഈ ഷോർട്ട് ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ്. ഈ ഷോർട്ട് എൻട്രി എടുത്താൽ ടാർഗറ്റുകളായിട്ട് ഈ പ്ലാൻ കാണുന്നത് 27,020 അല്ലെങ്കിൽ 24,960 ആണ്. ഓക്കെ. അതായത് 27,090 ബ്രേക്ക് ചെയ്താൽ ഒരു 70 മുതൽ 130 പോയിന്റ് വരെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഈ വിശകലനം കരുതുന്നു. ഇതും ഒരുപക്ഷെ മുൻപത്തെ ലോ പോയിന്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ കാൽക്കുലേഷനോ ആകാം. ശരി. സ്റ്റോപ്പ് ലോസോ? ഈ ഷോർട്ട് ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് 25,150 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. 25,150. അതായത് 25,090 താഴെ ഷോർട്ട് ചെയ്തു, പക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി 25,150 എത്തിയാൽ ആ ഷോർട്ട് ട്രേഡ് വർക്കായില്ല എന്ന് മനസ്സിലാക്കി നഷ്ടം ലിമിറ്റ് ചെയ്ത് മാറണം. അതാണ് ഈ സ്റ്റോപ്പ് ലോസ് ലെവൽ പറയുന്നത്. ഇവിടെയും ഏകദേശം ഒരു 60 പോയിന്റിന്റെ റിസ്ക്കാണ് വരുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഈ വിശകലനം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ഒരു ക്ലിയർ പിക്ചറാണ്. 25,200 എന്നൊരു മുകളിലെ ലൈൻ, 25,090 എന്നൊരു താഴത്തെ ലൈൻ. ഇതിലേതെങ്കിലും ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് അന്നത്തെ ഡയറക്ഷൻ തീരുമാനിക്കപ്പെടാം. 25,200 മുകളിൽ പോയാൽ ബുള്ളിഷ്, 25,090 താഴെ വന്നാൽ ബേറിഷ്. ഇതാണല്ലേ ഈ പ്ലാനിന്റെ ഒരു കാതൽ? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പ്ലാനിന്റെ ഒരു ഓവറോൾ ബയാസ് ഈ രണ്ട് ലെവലുകളെ ഡിപ്പെൻഡ് ചെയ്താണിരിക്കുന്നത്. ഈ ലെവലുകൾ ഒരു ഡിസിഷൻ പോയിന്റ് പോലെയാണ് ഈ അനാലിസിസ് കാണുന്നത്. ഡിസിഷൻ പോയിന്റ്. അതെ, ഒന്നിന് മുകളിൽ പോയാൽ പോസിറ്റീവ് ട്രെൻഡ് സ്ട്രോങ് ആവാം, മറ്റേതിന് താഴെ വന്നാൽ നെഗറ്റീവ് ട്രെൻഡ് സ്ട്രോങ് ആവാം. ഇതിന്റെ ഇടയിലുള്ള ഒരു 110 പോയിന്റ് റേഞ്ചില്ലേ, 25,090 തൊട്ട് 25,200 വരെ ഉണ്ട്. ആ റേഞ്ചിനുള്ളിൽ ഒരുപക്ഷെ മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ച് വോളറ്റൈലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാനോ സാധ്യതയുണ്ടെന്നും ഇത് പരോക്ഷമായി പറയുന്നുണ്ട്. പ്ലാനിൽ അത് നേരിട്ട് പറയുന്നില്ലെങ്കിലും അങ്ങനെയൊരു സൂചനയുണ്ട്. ശരിയാണ്. ഈ ലെവലുകൾ ഓർത്തുവെക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ ഒരു യാർഡ് സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലെവലുകൾ, എൻട്രികൾ, ടാർഗറ്റുകൾ, സ്റ്റോപ്പ് ലോസുകൾ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു പ്രത്യേക അനാലിസിസ് റിപ്പോർട്ടിലുള്ളതാണ്. ഇത് വെറും സാധ്യതകളും നിഗമനങ്ങളും മാത്രമാണല്ലേ. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇത് നിങ്ങൾ തന്ന ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു ചർച്ചയാണ്. റിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ കോംപ്ലിക്കേറ്റഡ് ആണ്. ശരിയാണ്. ഗ്ലോബൽ ന്യൂസ്, പുതിയ എക്കണോമിക് ഡേറ്റ, വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും വാർത്ത, ഇതൊക്കെ മാർക്കറ്റിനെ നിമിഷങ്ങൾക്കകം മാറ്റാം. ഈ പ്ലാൻ ഉണ്ടാക്കിയ സമയത്തെ കണ്ടീഷൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ട്രേഡിംഗ് നടക്കുമ്പോൾ. അതൊരു വലിയ ഫാക്ടറാണ്. അതെ, അതുകൊണ്ട് ഈ അനാലിസിസിനെ ഒരു സാധ്യതയായി മാത്രം കാണുക, ഒരു ഗൈഡ് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക്, അത്രയുള്ളൂ. ഈ ലെവലുകൾ മാർക്കറ്റ് അതേപടി റെസ്പെക്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ 25,200 എത്തുന്നതിന് മുൻപേ തിരിയാം, അല്ലെങ്കിൽ 25,090 ബ്രേക്ക് ചെയ്യാതെ മുകളിലേക്ക് കയറാം. ചിലപ്പോൾ ഈ ലെവലുകൾ ഒരു വിലയുമില്ലാതെ അങ്ങ് ബ്രേക്ക് ചെയ്തു പോയെന്നും വരാം. ഓക്കെ. നിങ്ങളുടെ സ്വന്തം അനാലിസിസ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന റിസ്ക് എത്രയാണ്, റിസ്ക് ആപ്പറ്റൈറ്റ് എന്നതൊക്കെ നോക്കിയിട്ട് ഏതൊരു ട്രേഡിംഗ് തീരുമാനവും എടുക്കാവൂ. പിന്നെ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചൊരു കാര്യം കൂടി. ഈ പ്ലാനിൽ സ്റ്റോപ്പ് ലോസ് ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നഷ്ടം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, പക്ഷേ 100% ഗ്യാരണ്ടി അല്ല. ചിലപ്പം വലിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുമ്പം നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് പ്രൈസിൽ ട്രേഡ് നടക്കാതെ അതിലും താഴെയോ മുകളിലോ ഒക്കെ എക്സിക്യൂട്ട് ആകാം. അങ്ങനെ നഷ്ടം കൂടാറുണ്ട്. സ്ലിപ്പേജ് സംഭവിക്കാം. അതെ, സ്ലിപ്പേജ് വരാം. അപ്പോൾ അതൊരു റിസ്ക് മാനേജ്മെന്റ് ടൂൾ മാത്രമാണ്, നഷ്ടം ഒട്ടും വരില്ല എന്നുള്ള ഉറപ്പല്ല. വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലതാണിത്. അപ്പോൾ ഒക്ടോബർ 10, 2025 നിഫ്റ്റി 50യെക്കുറിച്ചുള്ള നിങ്ങൾ നൽകിയ ഈ ട്രേഡ് പ്ലാൻ നമ്മളിപ്പോൾ വിശദമായി നോക്കി. പ്രധാന ലെവലുകൾ,
റെസിസ്റ്റൻസ് 25,200, സപ്പോർട്ട് 25,080. മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണെങ്കിൽ 25,200 മുകളിൽ എൻട്രി, ടാർഗറ്റ് 25,260, 25,320, സ്റ്റോപ്പ് ലോസ് 25,140. ഇനി താഴേക്കാണ് സാധ്യതയെങ്കിൽ 25,090 താഴെ എൻട്രി, ടാർഗറ്റ് 25,020, 24,960, സ്റ്റോപ്പ് ലോസ് 25,150. ഇതാണ് ഈ പ്ലാനിന്റെ ഒരു സമ്മറി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ റേഞ്ച് ബ്രേക്കൗട്ട് എന്ന ഐഡിയയിലേക്ക് ഒന്നുകൂടെ വേണം. ഈ പ്ലാൻ ഉണ്ടാക്കിയ ആൾ വിശ്വസിക്കുന്നത് നിഫ്റ്റി ഒരുപക്ഷെ കുറച്ചു നാളായി ഒരു റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. ഒക്ടോബർ 10 ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ടെക്നിക്കൽ അനാലിസിസിലെ റേഞ്ച് ബ്രേക്കൗട്ടുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഒരു റേഞ്ചിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ മാർക്കറ്റ് ആ ഡയറക്ഷനിലേക്ക് കുറച്ചുകൂടി ഫോഴ്സോടെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കാണാറ്. ആ റേഞ്ചിനുള്ളിൽ എന്താ പറയാ, കെട്ടിക്കിടന്ന ഒരു എനർജി റിലീസ് ചെയ്യുന്നത് പോലെ. അതൊരു നല്ല പോയിന്റാണ്. അപ്പോൾ ഈ പ്ലാനിലെ ആ ക്രിട്ടിക്കൽ ലെവലുകൾ 25,200 അല്ലെങ്കിൽ 25,090, ഇത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അതൊരു പുതിയ ട്രെൻഡിന്റെ തുടക്കമാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ വിശകലനം സൂചിപ്പിക്കുന്നു. അതെ, അങ്ങനൊരു സാധ്യത കാണുന്നു. ആ ബ്രേക്കൗട്ട് നടക്കുമോ? നടന്നാൽ അതെത്ര സ്ട്രോങ് ആയിരിക്കും? മാർക്കറ്റിന്റെ അടുത്ത മൂവ് എങ്ങോട്ടായിരിക്കും? ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാനും ചിലപ്പോൾ അന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കാനും പറ്റുന്നൊരു കാര്യമാണ്. ഈ വിശകലനം ഒരു സാധ്യതയുടെ ചിത്രം തരുന്നു, പക്ഷേ യാഥാർത്ഥ്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.